ന്യൂ ഫോർ കോട്ടക്കലാണ്. ഇന്ന് കോട്ടക്ക പ്രദേശത്ത് വളരെ ദുഃഖകരമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ തീപിടുത്തം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത്യാവശ്യം ട്രാഫിക് നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 മണിക്ക് കത്തി തുടങ്ങി അത് ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാവരും കൂടിയിട്ട് അത് അണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 പേർക്ക് നിസ്സാര പരിക്കുകളുണ്ട് എന്നാണ് പറയുന്നത്. ആംബുലൻസും ഫയർഫോഴ്സും എല്ലാം ഡ്രൈവർമാരായിട്ടുള്ള ആളുകളും നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. എന്താണ് എന്താ സംഭവിച്ചിട്ടുള്ളത്? ഞാന് രാവിലെ 5 മണിക്ക് എത്തിക്കണ്. 5 മണിക്ക് നമുക്ക് ഇവിടുന്ന് ഓട്ടോ ഡ്രൈവർമാർ വിളിച്ചാണ്. ഇങ്ങനെ ആംബുലൻസ് ആയിട്ട് വന്നു. അതിന്റെ അവർക്ക് തുടങ്ങിയാണ്. ഇതുവരെ റെസ്റ്റ് എടുത്തിട്ടില്ല. എല്ലാം സത്യം പറഞ്ഞാൽ 3 ആൾക്കാരുണ്ടായിരുന്നു അതിന്റെ ഉള്ളില്. 3 ആൾക്കാരില്ലെങ്കിൽ 3 ആളും കഴിച്ചിലേക്കണ്. പുക തട്ടീനോടുള്ള ഒരു ശ്വാസ തടസ്സം 3 ആൾക്ക് ഉണ്ടായിട്ടുണ്ട്. അൽമാസ് ഹോസ്പിറ്റലിലാണ്. പിന്നെ എന്താ പറയാ, സത്യം പറഞ്ഞാൽ നഷ്ടമാണ്, വളരെ നഷ്ടമാണ്. ഫുഡ് കൊടുക്കുന്ന പരിപാടിയാണ് ഇപ്പോ. ഇതുപോലുള്ള നമ്മളെ ആംബുലൻസിന്റെ സംഘടനയാണ് കൊടുക്കേണ്ടത്. ഫുഡ് കൊടുക്കേണ്ടത് 90-100 പോലീസുകാരുണ്ട്. 6 മണി കൂടിയുള്ള ഫുഡ് നമ്മൾ തന്നെയാണ്. വളരെയേറെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം. ഇങ്ങനെയുള്ള സാഹചര്യത്തിലും ഇതുപോലെ ആത്മാർത്ഥമായിട്ട് ആംബുലൻസ് ഡ്രൈവർമാരൊക്കെ നാട്ടിലുണ്ടാവുന്നുള്ളത് തന്നെ നമുക്ക് അഭിനന്ദിക്കാനുള്ള. ന്യൂ ഫോർ കോട്ടക്കലാണ്. അപ്പൊ എല്ലാവരും ഈ വഴിക്ക് വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇവിടെ ട്രാഫിക് ഇപ്പൊ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആയുർവേദശാലയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചിട്ടുള്ളത്. സാറ് എത്ര മണിക്കത് അറിഞ്ഞത് നിങ്ങള്? 5 മണിക്കോ? 5:30 മണിക്ക് ഇവിടെ വന്നിട്ടുണ്ടല്ലേ? ആ സമയത്താണ് നിങ്ങൾക്ക് ഇവിടുന്ന് അറിയണത് ഇങ്ങനെ തീ പിടിച്ചിട്ടുണ്ട്. ആൾക്ക് പരിക്കായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ? എന്താ സംഭവിച്ചൊന്നും അറിയില്ല. ഇവിടുത്തെ കേട്ട വീരാണ്, ഞാൻ കണ്ടിട്ടില്ല. ആണോ? എത്ര മണിക്കാണ് സംഭവിച്ചത്? രാത്രി സംഭവിച്ചേക്കണോ? അല്ല, 5 മണിക്ക് വെളുപ്പിനാണ് ഇറങ്ങി. ഇവിടെ ഒരു ആരിസാണ്ടി ഭാഗത്ത് ഒരാള് വേറെ ഇവിടെ സ്ഥാപനത്തിലുള്ള ഒരാള് വന്ന ഒരു കാറിൽ കിടന്നിരുന്നോലോ, അങ്ങനെ റിപ്പോർട്ട് കിട്ടിയേ. അപ്പൊ ആ കാറ് കിടന്നപ്പോ അയാള് പിന്നെ ഉറങ്ങിന്ന് അറിഞ്ഞു. ഉറക്കത്തില് അപ്പൊ എന്തോ ഒരു കരിഞ്ഞ വാസന വരണുണ്ട് കാരണം. അപ്പൊ ആരോടെ വേറെ കാറിന്ന് ഇറങ്ങിയിട്ട് ചോദിച്ച്, അപ്പൊ ട്രാൻസ്ഫർ ആണോ അവര് ചെക്ക് ചെയ്യണം, അവിടെ കത്തിയതാണോ? അപ്പൊ ഇവിടുന്ന് ആളിന്റെ ഇത് കണ്ടല്ലോ, അല്ല ഇത്. അപ്പൊ ആ ആളിന്റെ ഇതില് പിന്നെ മൂപ്പര് വന്നിട്ട് വേറെ ഇവരെ കൂടി അപ്പൊ ആൾക്കാരെ വിളിച്ച് കൂട്ടി വന്ന് നോക്കുമ്പോ മുഴുവൻ കത്തിക്കണേ. ഏകദേശം 3/4 കത്തിലായിരിക്കും. കോട്ടക്കല് ഏകദേശം ആയുർവേദശാലയുടെ നേരെ ഓപ്പോസിറ്റ് ആട്ടാ. ഇവിടെ പഴയ ആലുക്കാസ് നിന്നിരുന്ന സെയിം സ്ഥലത്ത് ഒരു ചെറിയ ഗിഫ്റ്റ് ഷോപ്പ്, ഗിഫ്റ്റ് മീൻസ് എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതാണ് ഇന്ന് കത്തി നശിച്ചിട്ടുള്ളത്.